പ്രണയവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് എന്തൊക്കെ പഠിക്കാനുണ്ട്. എന്താണ് നമ്മുടെ നേഴ്സിംഗ് ബോണാണ് കേട്ടോ, ഈ ഹയോയിഡ് ബോണാണ് ഈ കിസ്സിംഗ് ബോൺ എന്നറിയപ്പെടുക. വളരെ ഇമ്പോർട്ടന്റ് ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പല പോയിന്റ്സും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യും. അപ്പൊ നമ്മൾ ഒരു ഇഷ്ടമുള്ള ഒരു വ്യക്തി അടുത്തിരിക്കുമ്പോൾ സാധാരണ എങ്ങനെയാണ് സ്പർശനം അല്ലെങ്കിൽ ഇന്റിമസി കൂടാതെ ചൈൽഡ് ബർത്തിന്റെ സമയത്തൊക്കെ റിലീസ് ചെയ്യുന്ന ഹോർമോണാണ് ഈ ഓക്സിറ്റോസിൻ. വെൽക്കം ടു എജൂസ് അക്കാഡമി. അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേ ആണ് അല്ലേ. അപ്പോൾ നമ്മൾ ഇന്ന് അതുപോലെ തന്നെ അതായത് ഈ വാലന്റൈൻസ് ഡേയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്ന ഒരു രീതിയിലുള്ള ടോപ്പിക്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അതായത് ഇന്ന് നമ്മൾ ജസ്റ്റ് ഒരു ടോപ്പിക് അല്ല ഡിസ്കസ് ചെയ്യുക, പകരം എന്താണ് നമ്മുടെ ലവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ പ്രണയവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് എന്തൊക്കെ പഠിക്കാനുണ്ട്, എന്താണ് നമ്മുടെ നേഴ്സിംഗിൽ എന്തൊക്കെ പഠിക്കാനുണ്ട് എന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇത് ആക്ച്വലി ഞാൻ എപ്പോഴും സ്റ്റുഡൻസിനോട് പറയാറുണ്ട്, നമ്മൾ പഠിക്കുമ്പോൾ എങ്ങനെയാണ് പഠിക്കുമ്പോൾ നമ്മൾ വളരെ സീരിയസ് ആയിട്ട് വളരെ സ്ട്രെസ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം നമുക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റില്ല, നമ്മുടെ കോൺസെൻട്രേഷൻ മാറിപ്പോകും. രണ്ടാമത്തെ കാര്യം ഈ പഠിക്കുന്ന കാര്യം പെട്ടെന്ന് മറന്നു പോകും കേട്ടോ. അതുകൊണ്ട് എന്താണ് നമ്മൾ എപ്പോഴും സ്ട്രെസ് ഫ്രീ ആയിട്ട് വേണം ഇരുന്ന് പഠിക്കാൻ കേട്ടോ. നമ്മളെപ്പോഴും സ്ട്രെസ് ഇല്ലാതെ ഇരുന്നിട്ട് വേണം നമ്മൾ പഠിക്കാനായിട്ട്. സോ നമ്മളെപ്പോഴും എന്തൊരു കാര്യമാണെങ്കിലും നമ്മുടെ ഇഷ്ടത്തോടെ ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ നമ്മുടെ ദിനചര്യയായിട്ട് മാറും, അല്ലെങ്കിൽ നമ്മുടെ ഹാബിറ്റ് ആയിട്ട് മാറും അല്ലേ. സോ അതുപോലെ തന്നെ നമ്മുടെ പഠനവും നമ്മൾ എങ്ങനെ എന്ത് ചെയ്യണം, പഠനത്തെ നമ്മൾ പ്രണയിക്കണം. പഠനത്തെ പ്രണയിച്ചിട്ട് എന്ത് ചെയ്യുക, നമ്മൾ അത് ആസ്വദിച്ച് അല്ലെങ്കിൽ പഠനം നമ്മൾ ആസ്വാദകരമാക്കുക. സോ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, പഠനം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാകും കേട്ടോ. അല്ലാതെ നമ്മൾ അല്ലാതെയുള്ള പ്രണയത്തിന്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. കാരണം നമുക്ക് ആക്ച്വലി നമ്മുടെ മുന്നിൽ ഇപ്പം ആകെ ഒരു ഗോൾ മാത്രമേ ഉള്ളൂ. എന്താണ് നമ്മുടെ ഗോള്, എത്രയും പെട്ടെന്ന് ഒരു ഗവൺമെന്റ് ജോലിയിലേക്ക് പ്രവേശിക്കുക. നമുക്കിപ്പം ധാരാളം അവസരങ്ങളുണ്ടല്ലേ. അതായത് നമ്മുടെ സ്റ്റാഫ് നഴ്സ്, നമ്മുടെ PSCയിലെ സ്റ്റാഫ് നഴ്സ് പോസ്റ്റ് വിളിച്ചിട്ടുണ്ട്, കൂടാതെ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് പോസ്റ്റ് വിളിച്ചിട്ടുണ്ട്. അതിന്റെ JPHന്റെ എക്സാം ഡേറ്റും വന്നു കഴിഞ്ഞു. അപ്പൊ നമുക്ക് പിന്നെ വേറെ കാര്യങ്ങളൊക്കെ ചിന്തിച്ച് നമുക്ക് സമയം കളയാനോ അല്ലെങ്കിൽ അതിന്റെ പുറകെ നടന്ന് നമുക്ക് കളയാനുള്ള സമയമോ റിസോഴ്സസോ ഒന്നുമില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളിപ്പം പഠിക്കുക, പഠനത്തെ നമ്മൾ പ്രണയിക്കുക. അപ്പൊ ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഈ നമ്മുടെ സിലബസിൽ നമുക്ക് ഇത് ആക്ച്വലി ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ പഠിക്കുമ്പോൾ എപ്പോഴും സ്ട്രെസ് ഫ്രീ ആയിട്ടിരുന്ന് പഠിക്കുക. ഞാൻ ആക്ച്വലി ഇത് ഒരു തമാശ രൂപേണയാണ് ഇത് പറയുന്നത് എങ്കിലും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പല പോയിന്റ്സും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യും. അപ്പൊ നമ്മൾ ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മൾ മറക്കുന്നില്ല, നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ഓർത്തെടുക്കാൻ പറ്റും. എക്സാമിന് ചോദിക്കുമ്പോൾ നമുക്ക് ശരിയായിട്ടുള്ള ആൻസർ കൊടുക്കാനായിട്ട് കഴിയും കേട്ടോ. അപ്പം നമ്മൾ പ്രണയവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് പഠിക്കാനുള്ള നമ്മുടെ സിലബസിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പം എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഇൻ കേസ് നിങ്ങൾക്ക് ഇപ്പോൾ അത് ഫുൾ വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വാച്ച് ഫോർ ലേറ്റർ ഇട്ട് പിന്നീട് ഫുൾ ആയിട്ട് കാണുക കേട്ടോ. അപ്പോൾ എല്ലാവരെയും ഞാൻ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സോ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ലവേഴ്സ് നെർവ്. അപ്പൊ ലവേഴ്സ് നെർവ് ഏതാണ്, അബ്ഡ്യൂസൻസ് നെർവ് ആണ് ആക്ച്വലി ലവേഴ്സ് നെർവ് എന്ന് അറിയപ്പെടുക. അപ്പോൾ അറിയാലോ നമുക്ക് എത്ര പെയേഴ്സ് ക്രേനിയൽ നെർവ്സ് നമുക്കുണ്ട്, നമുക്ക് 12 പെയർ ക്രേനിയൽ നെർവ്സ് ഉണ്ട് അല്ലേ. സോ അതില് 6ാമത്തെ ക്രേനിയൽ നെർവ് ആണ് കേട്ടോ, സിക്സ്ത് ക്രേനിയൽ നെർവ് ആണ് ഈ അബ്ഡ്യൂസൻസ് നെർവ്. ഇത് ഏത് ടൈപ്പ് നെർവ് ആണ്, ഈ അബ്ഡ്യൂസൻസ് നെർവ് ഏത് ടൈപ്പ് നെർവ് ആണ്, ഇത് സെൻസറി നെർവ് ആണോ, മോട്ടോർ നെർവ് ആണോ, അതോ മിക്സഡ് ക്രേനിയൽ നെർവ് ആണോ? യെസ്, അതായത് ഈ അബ്ഡ്യൂസൻസ് നെർവ് ഒരു മോട്ടോർ ക്രേനിയൽ നെർവ് ആണ് കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്, മോട്ടോർ ക്രേനിയൽ നെർവ് ആണ്. സോ ഇതിന്റെ ഫംഗ്ഷൻ എന്താ, അബ്ഡ്യൂസൻസ് നെർവ് കൺട്രോൾസ് ദ ലാറ്ററൽ റെക്ടസ് മസിൽ ഓഫ് ദ ഐ. എന്താണ് ഈ ലാറ്ററൽ റെക്ടസ് മസിൽ? നമുക്ക് ഈ ഡയഗ്രത്തിൽ കാണാം, ഇതാണ് നമ്മുടെ ലാറ്ററൽ റെക്ടസ് മസിൽ ഓഫ് ദ ഐ. എന്ന് വെച്ച് കഴിഞ്ഞാല് ലാറ്ററൽ എന്ന് പറഞ്ഞാൽ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, സൈഡിലേക്ക് അല്ലെ, ലാറ്ററൽ സൈഡിലേക്കാണ്, മീഡിയൽ നടുക്കേക്കാണ് അല്ലെങ്കിൽ മിഡിലേക്കാണ്, അതിനാണ് നമ്മൾ മീഡിയൽ എന്ന് പറയുക. അപ്പൊ ലാറ്ററൽ റെക്ടസ് മസിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ആക്ച്വലി ഐ മൂവ്മെന്റ്, അതായത് ഐ മൂവ്മെന്റ് പുറത്തേക്ക് പോവുക, ഔട്ട്വേർഡ് അല്ലെങ്കിൽ അവേ ഫ്രം ദ നോസ്, അതിനാണ് നമ്മൾ അബ്ഡക്ഷൻ എന്ന് പറയുക. അപ്പം നമ്മുടെ ഐസിലെ അബ്ഡക്ഷന് വേണ്ടി കേട്ടോ, ഐസിലെ അബ്ഡക്ഷന് വേണ്ടി റെസ്പോൺസിബിൾ ആയിട്ടുള്ള നെർവ് ഏതാണ്, അബ്ഡ്യൂസൻസ് നെർവ്. അപ്പൊ ഈ അബ്ഡ്യൂസൻസ് നെർവിനെയാണ് നമ്മൾ എന്ത് പറയുക, ലവേഴ്സ് നെർവ് എന്ന് പറയുക. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഇത്രയും കാര്യം പറഞ്ഞു, നിങ്ങൾക്ക് തോന്നിയോ അത് എന്തുകൊണ്ടാണ് ഇതിന് നമ്മൾ ലവേഴ്സ് നെർവ് എന്ന് പറയുക? അതായത് അബ്ഡ്യൂസൻസ് നെർവിനെ നമ്മൾ ലവേഴ്സ് നെർവ് എന്ന് പറയും. ഇത് ആക്ച്വലി അബ്ഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവേ ഫ്രം ദ മിഡ് പോയിന്റ്, അതായത് സൈഡിലേക്കുള്ള ഐ മൂവ്മെന്റിന് റെസ്പോൺസിബിൾ ആണ് ഏതാണ്, നമ്മുടെ ലവേഴ്സ് നെർവ് എന്ന് പറയുന്നത്. അപ്പോൾ
ഞാൻ പറഞ്ഞ പോലെ എന്താണ് അബ്ഡ്യൂസൻസ് നെർവ് ആണ് ലവേഴ്സ് നെർവ് എന്ന് പറയുക. അപ്പൊ അതിന്റെ റീസൺ പറഞ്ഞു അല്ലെ, എന്താണ് അതിന്റെ നമ്മളെ എന്താണ് സയന്റിഫിക് ആയിട്ടുള്ള റീസൺ പറഞ്ഞു അല്ലെ. പക്ഷെ എന്തുകൊണ്ടാണ് ഇതിനെ ലവേഴ്സ് നെർവ് എന്ന് പറയുക? എന്തുകൊണ്ടാണ് ലവേഴ്സ് നെർവ് എന്ന് പറയുക? അതായത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ, ഈ പ്രണയിനികളൊക്കെ ഇരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഏതാണ്ട് ഈ ഒരു സിനിമ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു സിനിമ ആയിരിക്കും അല്ലെ, ഒരു അഡാർ ലവ് സ്റ്റോറി എന്ന് പറയുന്ന സിനിമ അല്ലെ. സോ ഇതിൽ കണ്ടു നോക്കിക്കേ, എന്താണ് ഒരു ഇഷ്ടമുള്ള ഒരു വ്യക്തി അടുത്തിരിക്കുമ്പോൾ സാധാരണ എങ്ങനെയാണ് കണ്ടിട്ടാണ് നോക്കുന്നത് അല്ലെ. സോ അതുകൊണ്ടാണ് ആക്ച്വലി ഈ അബ്ഡ്യൂസൻസ് നെർവിനെ എന്ത് പറയുന്നത് ലവേഴ്സ് നെർവ് എന്ന് പറയുക കേട്ടോ. അപ്പം എന്തുകൊണ്ടാണ് അബ്ഡ്യൂസൻസ് നെർവിനെ ലവേഴ്സ് നെർവ് എന്ന് പറയുക? ഇൻ റൊമാന്റിക് സിറ്റുവേഷൻസ് പീപ്പിൾ ടെൻഡ് ടു ഗേസ് sideways or sideways glance which involve lateral eye movement which is controlled by abducens nerve. അതായത് ഞാൻ ഇനി നിങ്ങൾ മറക്കത്തില്ലല്ലോ, അതായത് എന്താ ഇങ്ങനെ നമ്മൾ ഇരിക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഒരാൾ അടുത്തിരിക്കുവാണെങ്കിൽ നമ്മൾ ഇങ്ങനെ തിരിഞ്ഞു നോക്കത്തില്ല, പകരം എന്താണ് കണ്ടിട്ട് നോക്കും അല്ലേ. സോ അതിനു വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന നെർവാണ് ഏത് അബ്ഡ്യൂസൻസ് നെർവ്. അതുകൊണ്ടാണ് അതിനെ ലവേഴ്സ് നെർവ് എന്ന് പറയുക. സോ ഇത് ക്ലിയർ ആയല്ലോ, ഇനി ഇത് മറക്കത്തില്ലല്ലോ കേട്ടോ. സോ നെക്സ്റ്റ് ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസ് ഓഫ് അബ്ഡ്യൂസൻസ് നെർവ്. അബ്ഡ്യൂസൻസ് നെർവിന്റെ സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസ് എന്താണ്? സോ ഡാമേജ് ടു ദ അബ്ഡ്യൂസൻസ് നെർവ് ലീഡ് ടു മീഡിയൽ സ്ട്രാബിസ്മസ്. സ്ട്രാബിസ്മസ് അറിയാല്ലേ, എന്താണ് സ്കിൻഡ് എന്നൊക്കെ നമ്മൾ പറയുന്ന സംഭവം അല്ലേ. സോ ഈ അബ്ഡ്യൂസൻസ് നെർവിന് ഡാമേജ് വന്നിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? സ്ട്രാബിസ്മസ് ഉണ്ടാകും, അതായത് ഇൻവേർഡ് ടേണിംഗ് ഓഫ് ദ ഐ. കൂടാതെ ഡിപ്ലോപ്പിയ ഉണ്ടാകും കേട്ടോ. ഡിപ്ലോപ്പിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡബിൾ വിഷൻ, നമ്മൾ നോക്കുന്നതിനൊക്കെ നമുക്ക് രണ്ടായിട്ട് തോന്നും അല്ലെ. അതുകൂടാതെ ഈ അബ്ഡ്യൂസൻസ് നെർവ് അല്ലെങ്കിൽ അബ്ഡ്യൂസൻസ് നെർവിന് ഡാമേജ് വരുന്ന സിറ്റുവേഷൻസ് എന്തൊക്കെയാണ്? ഒന്ന് അടുത്ത് പറയുന്നത് ഇൻക്രീസ്ഡ് ICP. ICP നോർമൽ എത്രയാണ്? 5 to 15 അല്ലേ, 5 to 15 millimeters of mercury. ഇമ്പോർട്ടന്റ് ആണ് ഇതൊക്കെ. സോ ഇൻക്രീസ്ഡ് ICP ല് അബ്ഡ്യൂസൻസ് നെർവിന് ഡാമേജ് ഉണ്ടാകാം. കൂടാതെ ബേസൽ സ്കൾ ഫ്രാക്ചർ, കൂടാതെ ബ്രെയിൻ സ്റ്റം ലീഷൻ, ഇതിലൊക്കെ അബ്ഡ്യൂസൻസ് നെർവിന് എന്തുണ്ടാകാം? ഡാമേജ് ഉണ്ടാകാം കേട്ടോ. സോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ഇപ്പൊ ജസ്റ്റ് എന്താണ് എക്സ്പ്ലെയിൻ ചെയ്ത് പോയത്. സോ നെക്സ്റ്റ് വരുന്നത് ലവ് ഇൻ സൈക്യാട്രി. സൈക്യാട്രിയിൽ എന്താണ് ഈ ലവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് പഠിക്കാനുള്ളത്? സോ അവിടെ ആക്ച്വലി ഒരു ഡിസീസ് കണ്ടീഷൻ ഉണ്ട്. സോ അതിന് നമ്മൾ പറയുന്നത് ഇറോട്ടോമാനിയ എന്നാണ് കേട്ടോ. ഇറോട്ടോമാനിയ കേട്ടിട്ടുണ്ടോ? ഇറോട്ടോമാനിയ. അപ്പൊ എന്താണ് ഈ ഇറോട്ടോമാനിയ? ഇറോട്ടോമാനിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എന്താണ് രസകരമായ ഒരു ഡിസീസ് കണ്ടീഷൻ അല്ലെങ്കിൽ അസുഖ അവസ്ഥയാണ്. അവിടെ എന്താണ് ഒരു വ്യക്തി വേറൊരു വ്യക്തിയുമായിട്ട് വളരെയധികം പ്രണയത്തിലാണ് എന്ന് വിശ്വസിക്കുന്നു. അതായത് ഒരു നോർമൽ ആയിട്ടുള്ള ഒരു വ്യക്തി വളരെ ഹൈ ലെവലിലുള്ള അല്ലെങ്കിൽ ഹൈ സോഷ്യൽ ക്ലാസ്സിലുള്ള ഒരു വ്യക്തി കേട്ടോ. അതായത് ഒരു നോർമൽ ആയിട്ടുള്ള വ്യക്തിയുണ്ട്, കൂടാതെ ഒരു ഹൈ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് ഒക്കെ എൻജോയ് ചെയ്യുന്ന ഒരു വ്യക്തിയുണ്ട്. അപ്പൊ ഈ നോർമൽ ആയിട്ടുള്ള വ്യക്തി വിചാരിക്കുന്നു അല്ലെങ്കിൽ വിശ്വസിക്കുന്നു ആ വ്യക്തി, അതായത് ഹയർ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസിലൊക്കെ ഉള്ള ആ വ്യക്തി ഇയാളെ അതിഗാഠമായി പ്രണയിക്കുന്നു അല്ലെങ്കിൽ അതിഗാഠമായി ഇഷ്ടപ്പെടുന്നു എന്ന് വിശ്വസിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇറോട്ടോമാനിയ എന്ന് പറയുന്നത്. സോ a person strongly believes that someone usually of higher social status, higher social status or a public figure is in love with them. അതായത് ഇപ്പം ദീപിക പദുകോൺ അല്ലെങ്കിൽ ഐശ്വര്യ റായ് ഇവരൊക്കെ എന്താണ് എന്നോട് ഭയങ്കര ഇഷ്ടമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനാണ് നമ്മൾ ഇറോട്ടോമാനിയ എന്ന് പറയുക കേട്ടോ. So it is also known as de Clerambault syndrome. ഇമ്പോർട്ടന്റ് ആണ് ഈ ടെർമിനോളജി ഒക്കെ, ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ നിന്നൊക്കെ എക്സാമിന് ചോദിക്കും. സോ ഈ ഇതിനെ നമ്മൾ ഇറോട്ടോമാനിയ എന്താ പറയുക? de Clerambault syndrome എന്ന് പറയും കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്. സോ ഇതാണ് നമ്മുടെ സൈക്യാട്രിയിൽ നമുക്ക് ലവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് പഠിക്കാനുള്ളത്. കൂടാതെ ഏതൊക്കെ ഡിസീസ് കണ്ടീഷനിലാണ് ഈ ഇറോട്ടോമാനിയ കാണുക? ഒന്ന് സ്കിസോഫ്രീനിയ കേട്ടോ, അതായത് പാരനോയിഡ് സ്കിസോഫ്രീനിയയിൽ ഇറോട്ടോമാനിയ കാണാറുണ്ട്. കൂടാതെ രണ്ടാമതായിട്ട് ബൈപോളാർ ഡിസോർഡറിൽ മാനിക് ഫേസിൽ കേട്ടോ. ബൈപോളാർ എന്ന് പറയുമ്പോൾ അറിയാലേ, അവിടെ ഡിപ്രഷൻ ഉണ്ടാവും, കൂടാതെ മാനിയ ഉണ്ടാവും. അപ്പം അതിലെ ബൈപോളാർ ഡിസോർഡറിൽ മാനിക് ഫേസിൽ ഇറോട്ടോമാനിയ ഉണ്ടാകാം, കൂടാതെ ഡെലൂഷണൽ ഡിസോർഡർ ഉണ്ടാകാം, പിന്നെ OCD അല്ലെങ്കിൽ ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ, അഞ്ചാമതായിട്ട് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ, ഇതിലൊക്കെ ഇറോട്ടോമാനിയ കാണാറുണ്ട് കേട്ടോ. ഇറോട്ടോമാനിയ കാണാറുണ്ട്. നെക്സ്റ്റ് നമ്മൾ ആക്ച്വലി പിന്നെയും നമ്മുടെ CNS അല്ലെങ്കിൽ CNS ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് എന്താണ് ലവിനെ കുറിച്ച് പഠിക്കാനുള്ളത്? അതായത് ബ്രെയിൻ റീജിയൻസ് ഇൻവോൾവ് ഇൻ ലവ്. അതായത് ലവ് എന്ന് പറയുന്നത് ഒരു ഇമോഷൻ ആണ് അല്ലേ. അപ്പൊ നമ്മുടെ ബ്രെയിനിലെ ഏതൊക്കെ സെന്റേഴ്സ് ആണ് ആക്ച്വലി ഈ ഒരു ഇമോഷനെ കൺട്രോൾ ചെയ്യുന്നത് എന്നാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അതിൽ ഒന്നാമതായിട്ട് വരുന്നത് ലിംബിക് സിസ്റ്റം കേട്ടോ. ലിംബിക് സിസ്റ്റം എന്താണ്? ലിംബിക് സിസ്റ്റം അത് ആക്ച്വലി നമ്മുടെ ഇമോഷൻസിനെ പ്രോസസ് ചെയ്യുന്ന സെന്റർ ആണ് ഈ ലിംബിക് സിസ്റ്റം എന്ന് പറയുക. അതിൽ വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്ട്രക്ചർ ആണ് അമിഗ്ദാല കേട്ടോ. അമിഗ്ദാല. അപ്പൊ അമിഗ്ദാലയുടെ ഫംഗ്ഷൻ എന്താണ്? ഇമോഷൻസ് ഇൻക്ലൂഡിംഗ് അട്രാക്ഷൻ ആൻഡ് ഫിയർ. അതായത് നമുക്ക് ഒരാളോട് ഒരു അട്രാക്ഷൻ തോന്നുന്നു അല്ലെങ്കിൽ ഒരാൾ നമുക്ക് പേടി തോന്നുന്നു. സോ ഈ ഇമോഷൻസ് ഒക്കെ കൺട്രോൾ ചെയ്യുന്നതാണ് നമ്മുടെ അമിഗ്ദാല.
രണ്ടാമതായിട്ട് വരുന്നത് ഹിപ്പോ ക്യാമ്പസ് ആണ് കേട്ടോ. ഹിപ്പോ ക്യാമ്പസ് ഇമ്പോർട്ടൻറ്റ് ഫോർ മെമ്മറി ഫോർമേഷൻ, അതായത് നമുക്ക് കാര്യങ്ങൾ ഓർത്തു വയ്ക്കാൻ, എങ്ങനെയുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡിങ് റൊമാൻറ്റിക് മെമ്മറീസ്, അതായത് നമുക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ ഇഷ്ടമുള്ള ആളോടൊപ്പം നമ്മൾ ചിലവഴിച്ച സമയം, അതൊക്കെ നമുക്ക് ഓർത്തെടുക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന സ്ട്രക്ചറാണ് ഹിപ്പോ ക്യാമ്പസ് എന്ന് പറയുക. മൂന്നാമതായിട്ട് പറയുന്നത് ഹൈപ്പോതലാമസ്. എല്ലാവർക്കും അറിയാലേ, അതായത് റെഗുലേറ്റ്സ് ഹോർമോൺസ് ലിങ്ക് ടു ലവ് ആൻഡ് സെക്ഷൽ ബിഹേവിയർ. സോ ലവിനെയും സെക്ഷൽ ബിഹേവിയറിനും ഒക്കെ കൺട്രോൾ ചെയ്യുന്ന ഹോർമോൺസിനെ റെഗുലേറ്റ് ചെയ്യുന്നതാണ് എന്ത്, ഹൈപ്പോതലാമസ്. നെക്സ്റ്റ് റിവാർഡ് സിസ്റ്റം, അല്ലെങ്കിൽ ഡോപാമിനർജിക് പാത്വേ ആണ്. ഇതും ബ്രെയിനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്നതാണ്. സോ ഇത് ആക്ച്വലി പ്രീവിയസ്ലി, അതായത് പ്രീവിയസ് ഒരു DME എക്സാമിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, ഞാൻ പറഞ്ഞു തരാം. സോ ഇവിടെ വരുന്നത് വെൻട്രൽ ടെഗ്മെന്റൽ ഏരിയ കേട്ടോ. വെൻട്രൽ ടെഗ്മെന്റൽ ഏരിയ ഇമ്പോർട്ടന്റ് ആണ്. സോ ഇത് ഏത് ഹോർമോണിനെ റിലീസ് ചെയ്യുന്നു? സോ വെൻട്രൽ ടെഗ്മെന്റൽ ഏരിയ റിലീസസ് ഡോപാമിൻ. ഇതായിരുന്നു എക്സാമിന് ചോദിച്ചത്. ഡോപാമിൻ എവിടെ നിന്ന് റിലീസ് ചെയ്യുന്നു? എവിടെ നിന്ന് റിലീസ് ചെയ്യുന്നു? വെൻട്രൽ ടെഗ്മെന്റം. എങ്ങനെ പഠിക്കും നമ്മൾ? DVT എന്ന് പഠിച്ചാൽ മതി. DVT, ഡോപാമിൻ. എന്താണ് ഡോപാമിൻ? വെൻട്രൽ ടെഗ്മെന്റത്തിൽ നിന്നാണ് റിലീസ് ചെയ്യുക, കോൺട്രിബ്യൂട്ടിംഗ് ടു പ്ലഷർ ആൻഡ് മോട്ടിവേഷൻ. പ്ലഷറിനെയും മോട്ടിവേഷനും ഒക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഹോർമോൺ ആണ്, അല്ലെങ്കിൽ ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് ഡോപാമിൻ. അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന എവിടെ നിന്നാണ്? വെൻട്രൽ ടെഗ്മെന്റൽ ഏരിയ. നെക്സ്റ്റ് വരുന്നത് ന്യൂക്ലിയസ് അക്യുംബൻസ് ആണ്. ന്യൂക്ലിയസ് അക്യുംബൻസ് അസോസിയേറ്റഡ് വിത്ത് പ്ലഷർ, റിവാർഡ് ആൻഡ് അഡിക്ഷൻ ലൈക്ക് ആസ്പെക്ട്സ് ഓഫ് ലവ്. അതായത് ഈ പ്രണയത്തിൽ കുറച്ച് അഡിക്ഷൻ ബിഹേവിയർ ഉണ്ട് അല്ലേ? നമ്മൾ പ്രണയിച്ചു കഴിഞ്ഞാൽ ഒരാളെ കാണുക, അല്ലെങ്കിൽ ആളോടൊപ്പം സമയം ചെലവഴിക്കുക, ഇതൊക്കെ ആക്ച്വലി ഒരു അഡിക്ഷൻ ഉണ്ടാക്കുന്ന ഒരു ബിഹേവിയർ ആണ്. സോ ഇതൊക്കെ ആക്ച്വലി കൺട്രോൾ ചെയ്യുന്നത് ഈ ന്യൂക്ലിയസ് അക്യുംബൻസിൽ എന്നാണ് പറയപ്പെടുക കേട്ടോ. നെക്സ്റ്റ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആൻഡ് ഹോർമോൺസ് ഇൻ ലവ്. അതായത് നമ്മുടെ പ്രണയം അല്ലെങ്കിൽ ലവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്ന ഹോർമോൺസ് ഏതൊക്കെയാണ് ഞാൻ പറഞ്ഞു. ഒന്ന് പറഞ്ഞു ഡോപാമിൻ അല്ലേ, അസോസിയേറ്റഡ് വിത്ത് പ്ലഷർ, മോട്ടിവേഷൻ ആൻഡ് അഡിക്ഷൻ ലൈക്ക് ബിഹേവിയേഴ്സ് ഇൻ ലവ്. രണ്ടാമത്തെ പറയുന്നത് ഓക്സിറ്റോസിൻ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്സിറ്റോസിന് വേറൊരു പേരുണ്ട്. എന്താണ്? ഈ കാണുന്ന പോലെ ഓക്സിറ്റോസിന് പറയുന്നത് ലവ് ഹോർമോൺ എന്നാണ് പറയുക കേട്ടോ. ലവ് ഹോർമോൺ ഏതാണ്? ഓക്സിറ്റോസിൻ. നമ്മൾ നേരത്തെ പഠിച്ച ലവ് നെർവ് ഏതാണ്? ലവേഴ്സ് നെർവ് ഏതാണ്? അബ്ഡ്യൂസൻസ് നെർവ് ആണ്. ലവ് ഹോർമോൺ ഓക്സിറ്റോസിൻ ആണ്. എന്താ ഇത് ചെയ്യുക? സ്ട്രെങ്തൻ ദ ബോണ്ടിങ് റിലീസ് ഡ്യൂറിംഗ് ടച്ച്, ഇന്റിമസി ആൻഡ് ചൈൽഡ് ബർത്ത്. അതായത് സ്പർശനം അല്ലെങ്കിൽ ഇന്റിമസി കൂടാതെ ചൈൽഡ് ബർത്തിന്റെ സമയത്തൊക്കെ റിലീസ് ചെയ്യുന്ന ഹോർമോൺ ആണ് ഈ ഓക്സിറ്റോസിൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് എൻഡോർഫിൻ ആണ്. എന്താ? കോൺട്രിബ്യൂട്ട്സ് ടു ഫീലിംഗ് ഓഫ് കംഫർട്ട്, ഇമോഷണൽ സെക്യൂരിറ്റി ആൻഡ് ലോങ് ടേം അറ്റാച്ച്മെന്റ്. അപ്പോൾ ഈ കംഫർട്ട്, ഇമോഷണൽ സെക്യൂരിറ്റി കൂടാതെ ലോങ് ടേം അറ്റാച്ച്മെന്റിനൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഹോർമോൺ ആണ് ഈ എൻഡോർഫിൻ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു അല്ലെ, എന്താണ് ലവ് ഹോർമോൺ എന്നറിയപ്പെടുന്ന ഏതാണ്? ഓക്സിറ്റോസിൻ. ഇമ്പോർട്ടന്റ് ആണ്. സോ ഓക്സിറ്റോസിന്റെ റോൾ എന്താണ്? പ്ലേസ് എ ക്രൂഷ്യൽ റോൾ ഇൻ യൂട്രൈൻ കൺട്രാക്ഷൻ. അതായത് യൂട്രസിന്റെ കൺട്രാക്ഷനിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ മേജർ ആയിട്ടുള്ള ഒരു റോൾ വഹിക്കുന്നുണ്ട് ഓക്സിറ്റോസിൻ. കൂടാതെ ബോണ്ടിങ് ബിറ്റ്വീൻ മദർ ആൻഡ് ബേബി, അമ്മയും കുഞ്ഞുമായിട്ടുള്ള അടുപ്പം അല്ലെങ്കിൽ ബോണ്ടിങ് ഒക്കെ ഉത്തേജിപ്പിക്കുന്ന ഹോർമോൺ ആണ് ഓക്സിറ്റോസിൻ. കൂടാതെ ബ്രസ്റ്റ് ഫീഡിംഗ് ഇനിഷ്യേഷൻ, അതായത് ബ്രസ്റ്റ് ഫീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോൺ ആണ് ആര്? ഈ ഓക്സിറ്റോസിൻ. ഇതിന് വേറൊരു പേരുണ്ട്, ഗാലക്ടോകൈനറ്റിക് ഹോർമോൺ. ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പോൾ ഗാലക്ടോകൈനറ്റിക് ഹോർമോൺ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്സിറ്റോസിൻ ആണ്. വേറെ സിമിലർ ആയിട്ടൊരു ടേം വരുന്നുണ്ട്. എന്താണ്? ഗാലക്ടോ പോയിറ്റിക് ഹോർമോൺ അല്ലേ? ഗാലക്ടോ പോയിറ്റിക് ഹോർമോൺ. എന്താണത്? ഗാലക്ടോ പോയിറ്റിക് ഹോർമോൺ എന്നറിയപ്പെടുന്നത് പ്രൊലാക്റ്റിൻ ആണ്. ഗാലക്ടോ പോയിറ്റിക് ഹോർമോൺ. കൂടാതെ ഈ ലെറ്റ് ഡൗൺ റിഫ്ലെക്സ് ഒക്കെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് ഈ ഓക്സിറ്റോസിൻ എന്നാണ് പറയപ്പെടുക കേട്ടോ. അപ്പം ലവ് ഹോർമോൺ എന്താണ്? ഓക്സിറ്റോസിൻ. ഇനി അടുത്ത് പറയുന്നത് ഹഗ് തെറാപ്പി. ഹഗ് തെറാപ്പി എന്താ ചെയ്യുക? ഹഗ് തെറാപ്പി ചെയ്യുന്നതിലൂടെ, അല്ലെങ്കിൽ നമുക്ക് ആക്ച്വലി നമ്മൾ വളരെയധികം വിഷമിച്ചിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ വളരെയധികം ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുന്ന സമയത്തൊക്കെ എന്താണ്, ആരെങ്കിലും നമ്മളെ വന്ന് ഒന്ന് ഹഗ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ ഒരു ആശ്വാസം തോന്നും അല്ലേ? സോ ഈ ഹഗ് തെറാപ്പിയുടെ ഭാഗമായിട്ട് എന്താ സംഭവിക്കുന്നത്? ഇൻക്രീസസ് ദ ഓക്സിറ്റോസിൻ. ഓക്സിറ്റോസിന്റെ അളവ് കൂടുന്നുണ്ടാവും. റെഡ്യൂസസ് ദ സ്ട്രെസ് ഹോർമോൺസ്, അതായത് കോർട്ടിസോൾ പോലെയുള്ള സ്ട്രെസ് ഹോർമോൺസിന്റെ അളവ് കുറയുന്നു. കൂടാതെ ഇമ്മ്യൂൺ ഫംഗ്ഷനെയൊക്കെ ഇംപ്രൂവ് ചെയ്യിക്കുന്നു എന്നാണ് പറയപ്പെടുക. എന്താണ്? ഈ ഹഗ് തെറാപ്പിയിൽ കൂടെ. അപ്പം ഹഗ് തെറാപ്പിയിൽ കൂടെ ഇൻക്രീസ് ആകുന്ന ഹോർമോൺ ഇതാണ് ഓക്സിറ്റോസിൻ കേട്ടോ. ഓക്സിറ്റോസിൻ. നെക്സ്റ്റ് നമ്മുടെ ബോഡിയിൽ ഒരു കിസ്സിംഗ് ബോൺ എന്നറിയപ്പെടുന്ന ഒരു ബോൺ ഉണ്ട് കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ് കിസ്സിംഗ് ബോൺ. കിസ്സിംഗ് ബോൺ ഏതാണ്? ഹയോയിഡ് ബോൺ ആണ് കേട്ടോ. ഈ ഹയോയിഡ് ബോൺ ആണ് ഈ കിസ്സിംഗ് ബോൺ എന്നറിയപ്പെടുക. വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് ഹയോയിഡ് ബോൺ? ഇതൊരു യു ഷേപ്ഡ് ബോൺ കേട്ടോ. യു ഷേപ്ഡ് കേട്ടോ, അല്ലെങ്കിൽ ഹോഴ്സ് ഷൂ ഷേപ്ഡ് എന്നൊക്കെ നമ്മൾ പറയും. യു ഷേപ്ഡ് ബോൺ ആണ്. ലൊക്കേറ്റഡ് ഇൻ ദ ആന്റീരിയർ നെക്ക് കേട്ടോ. നമ്മുടെ ആന്റീരിയർ നെക്കിൽ ലൊക്കേറ്റ് ചെയ്യുന്ന ഒരു യു ഷേപ്ഡ് ബോൺ ആണ് ഹയോയിഡ് ബോൺ. എവിടെയാണ്? ബിറ്റ്വീൻ ദ മാൻഡിബിൾ
ആൻഡ് ദ ലാരിങ്സ്, നമ്മുടെ മാൻഡിബിളിനും ലാരിങ്സിനും ഇടയിൽ കാണുന്ന ബോണാണ് ഹയോയിഡ് ബോൺ. സോ ഇതിന് നമ്മുടെ കിസ്സിംഗ് ബോൺ എന്ന് പറയുന്നു. എന്താ കാരണം എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഓൺലി ബോൺ ഇൻ ദ ഹ്യൂമൻ ബോഡി ദാറ്റ് ഡസ് നോട്ട് ആർട്ടിക്കുലേറ്റ് വിത്ത് എനി അതർ ബോൺ. അതായത് വേറൊരു ബോണുമായിട്ട് യോജിച്ചു വരാത്ത അല്ലെങ്കിൽ വേറൊരു ബോണുമായിട്ട് ജോയിന്റ് ഷെയർ ചെയ്യാത്ത അല്ലെങ്കിൽ ജോയിന്റ് ഫോം ചെയ്യാത്ത ബോണിനെയാണ് നമ്മുടെ ബോണാണ് ഈ ഹയോയിഡ് ബോൺ. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ കിസ്സിംഗ് ബോൺ എന്ന് പറയപ്പെടുക അല്ലെങ്കിൽ പറയുക. സോ ഇറ്റ് ഹെൽപ്സ് ഇൻ സ്പീച്ച്, നമ്മുടെ സ്പീച്ച് പ്രൊഡക്ഷന്, കൂടാതെ സ്വോളോയിങ് ആൻഡ് മൂവ്മെന്റ് ഓഫ് ദ ടങ്ങിനെ ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ബോണാണ് ഈ ഹയോയിഡ് ബോൺ എന്ന് പറയുന്നത് കേട്ടോ. സോ നെക്സ്റ്റ് ആക്ച്വലി ഐയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് എന്താ പഠിക്കാനുള്ളത്? ഈ ലവിലെ ലവ് ആൻഡ് ഡ്രൈ ഐ സിൻഡ്രോം കേട്ടോ. ലവ് ആൻഡ് ഡ്രൈ ഐ സിൻഡ്രോം. എന്താണ് ഈ ലവ് ആൻഡ് ഡ്രൈ ഐ സിൻഡ്രോം എന്ന് പറയുക? അതായത് നമ്മളിപ്പോൾ കൂടുതലായിട്ട് സ്ക്രീൻ ടൈം, നമ്മൾ ഒത്തിരി ടൈം മൊബൈലൊക്കെ യൂസ് ചെയ്യുന്നു, നമ്മൾ ആരെങ്കിലുമായിട്ടൊക്കെ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ വീഡിയോ കോൾ ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കുക? നമ്മൾ എക്സസീവ് സ്ക്രീൻ ടൈം വരുമ്പോൾ അവിടെ ഈ ബ്ലിങ്കിങ് റേറ്റ് കുറയും കേട്ടോ. നമ്മുടെ ഐസ് ബ്ലിങ്ക് ചെയ്യുന്ന റേറ്റ് കുറയും. സോ ആ ഐയുടെ ബ്ലിങ്കിങ് റേറ്റ് കുറയുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? ഐയുടെ മോയിസ്ചറൈസിങ് കപ്പാസിറ്റി കുറയുന്നു, അല്ലെങ്കിൽ ഐയുടെ ലൂബ്രിക്കേഷന്റെ അളവ് കുറയുന്നു. സോ ദാറ്റ് വിൽ ലീഡ് ടു ഡിജിറ്റൽ ഐ സ്ട്രെയിൻ ആൻഡ് ഡ്രൈ ഐ. അതായത് ലൂബ്രിക്കേഷൻ കുറയുന്നത് കൊണ്ട് തന്നെ എന്ത് സംഭവിക്കുന്നുണ്ട്? ഡ്രൈ ഐ ഫോം ചെയ്യുന്നുണ്ട്. സോ ഇതിനാണ് നമ്മൾ ലവ് ആൻഡ് ഡ്രൈ ഐ സിൻഡ്രോം എന്ന് പറയുക കേട്ടോ. ലവ് ആൻഡ് ഡ്രൈ ഐ സിൻഡ്രോം. എന്നിട്ട് നമ്മൾ ആക്ച്വലി ലവുമായിട്ട് റിലേറ്റ് ചെയ്ത് കുറേ കാര്യങ്ങൾ പഠിച്ചു അല്ലേ. എന്നാൽ നമുക്ക് വിഷമം ഉണ്ടാക്കുന്ന വേറെ ചില ഡിസീസ് കണ്ടീഷൻ ഉണ്ട്. അതിൽ ഒരെണ്ണമാണ് ഈ ബ്രോക്കൺ ഹാർട്ട് സിൻഡ്രോം എന്ന് പറയുന്നത് കേട്ടോ. എന്താണ് ബ്രോക്കൺ ഹാർട്ട് സിൻഡ്രോം? നമ്മുടെ ഹൃദയം എന്ത് ചെയ്തു? തകർന്നു പോയി കേട്ടോ. ബ്രോക്കൺ ഹാർട്ട് സിൻഡ്രോം എന്താണിത്? ഇതിന് വേറൊരു പേര് പറയുന്നുണ്ട്, ടാക്കോട്സുബോ കാർഡിയോമയോപ്പതി. എന്താണ് ടാക്കോട്സുബോ കാർഡിയോമയോപ്പതി? ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് സ്ട്രെസ് ഇൻഡ്യൂസ്ഡ് കാർഡിയോമയോപ്പതി കേട്ടോ. അതായത് സ്ട്രെസ് കാരണം വരുന്ന കാർഡിയോമയോപ്പതി എന്നും പറയുന്നുണ്ട് ഈ ബ്രോക്കൺ ഹാർട്ട് സിൻഡ്രോമിനെ. ട്രിഗർഡ് ബൈ ഇമോഷണൽ ഡിസ്ട്രസ് സച്ച് ആസ് ലോസ് ഓഫ് ലവ്ഡ് വൺസ്. അതായത് നമുക്ക് വളരെയധികം പ്രിയപ്പെട്ട ഏതെങ്കിലും ഒക്കെ വ്യക്തി നമുക്ക് നഷ്ടപ്പെടുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കുന്നുണ്ട്? നമുക്ക് വളരെയധികം ഇമോഷണൽ ഡിസ്ട്രസ് ഉണ്ടാകുന്നുണ്ട്. സോ അത് കാരണം വരുന്ന സിൻഡ്രോമിനെയാണ് നമ്മൾ ബ്രോക്കൺ ഹാർട്ട് സിൻഡ്രോം എന്ന് പറയുക. സിംറ്റംസ് എന്തായിരിക്കും? സിമിലർ ടു മയോകാർഡ് ഇൻഫാക്ഷൻ, അതായത് ചെസ്റ്റ് പെയിൻ ഉണ്ടാകും, ബ്രെത്ത്ലെസ്നെസ് ഒക്കെ ഉണ്ടാകും, ബട്ട് വിതൗട്ട് ആർട്ടീരിയൽ ബ്ലോക്കേജ്. ഇവിടെ നമ്മുടെ കൊറോണറി ആർട്ടറീസിനൊന്നും ബ്ലോക്കേജ് വരുന്നില്ല, പക്ഷേ സിംറ്റംസ് മയോകാർഡ് ഇൻഫാക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സിംറ്റംസ് വരുന്നുണ്ട് കേട്ടോ. കൂടാതെ ഇത് ടെമ്പററി ആണ്, അതുപോലെ തന്നെ റിവേഴ്സിബിൾ ആയിട്ടുള്ള ഒരു ഡിസീസ് കണ്ടീഷൻ ആണ് ബ്രോക്കൺ ഹാർട്ട് സിൻഡ്രോം അല്ലെങ്കിൽ ടാക്കോട്സുബോ കാർഡിയോമയോപ്പതി എന്ന് പറയുന്ന ഡിസീസ് കണ്ടീഷൻ. അപ്പൊ നമ്മൾ എന്താണ് നമ്മുടെ ലവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് വളരെ എന്താണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് പഠിക്കാൻ കഴിയുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തു. അപ്പൊ ഞാൻ പറയുന്നു, ഇത് ഞാൻ പറഞ്ഞല്ലോ നമ്മളൊരു തമാശ രീതിയിൽ അല്ലെങ്കിൽ നമ്മളൊരു ഇൻട്രസ്റ്റിംഗ് വേയിലാണ് അത് പ്രസന്റ് ചെയ്തത് എങ്കിലും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. അപ്പൊ നന്നായിട്ട് പഠിക്കുക. നിങ്ങളുടെ വരുന്ന എക്സാംസിനെ എല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യുക? നന്നായിട്ട് പഠിച്ച് നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് എക്സാം എഴുതുക. നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ജോലി ലഭിക്കട്ടെ. കൂടാതെ നമ്മുടെ JPH നമ്മുടെ DME സ്റ്റാഫ് നഴ്സിന്റെ ഒക്കെ ബാച്ചസ് ഇപ്പം റണ്ണിങ് ആണ്. അഡ്മിഷൻ തുടരുന്നു. അപ്പൊ അഡ്മിഷൻ താല്പര്യമുള്ളവർ നമ്മുടെ ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യുക.